അതിരപ്പള്ളി ആന രക്ഷാ ദൗത്യം നാളെ ആനയുടെ ആരോഗ്യം അല്പം മോശമെന്ന് ഡോക്ടർ അരുൺ സഖറിയ. കോടനാട് ആനക്കൊട്ടിലിൻ്റെ പണിയും പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദൗത്യം നീട്ടിയത്. ആനന്ദ് പുത്തൂർ ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. ആനന്ദ്, ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, എന്തായാലും ഡോക്ടർ അരുൺ സഖറിയ ഇപ്പോൾ കോടനാട് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി തന്നെയാണ് അദ്ദേഹം എത്തിയത്. കോടനാട് നടക്കുന്ന ആനയുടെ ഈ ഒരു ആനക്കൊട്ടിലിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അവിടെ എത്തിയിരുന്നു. തുടർന്ന് ഈ ആനക്കുട്ടിലെ ബലക്ഷയമുള്ളതുകൊണ്ട് തന്നെ അത് ഉറപ്പിക്കേണ്ടതായിട്ടുള്ള നടപടിയിലേക്ക് കടക്കണം. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഈ ആനയെ പിടികൂടിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ദൗത്യം ഇന്നും ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം അതിന്റെ പണികൾ കുറച്ചുകൂടെ പൂർത്തിയാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള യൂക്കാലിപ്സ് മരങ്ങൾ അവിടേക്ക് കൂടുതലെത്തിക്കുകയും ഇന്നത്തോടു കൂടി തന്നെ പണി പൂർത്തിയാക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് വനംവകുപ്പിന്റെ ജീവനക്കാരുള്ളത്. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതുവരെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ആന അകത്താണ്, കാടിന്റെ അകത്താണ്. പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളടക്കം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലത്തോടു കൂടി 3 കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പൊതുവെ ഈ കുങ്കിയാനകളെ കാണാൻ വേണ്ടിയിട്ട് ഈ ടൂറിസ്റ്റുകളും സഞ്ചാരികളും നാട്ടുകാരും എല്ലാം ഈ കാടിനകത്തേക്ക് കിടക്കുന്ന ഒരു സ്വഭാവം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കൂടി തന്നെയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഇപ്പോൾ ഫോറസ്റ്റിന്റെ ഇവിടെ വെച്ച് തടഞ്ഞിരിക്കുകയാണ് വാഹനങ്ങൾ. ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല, മാധ്യമങ്ങൾക്ക് അടക്കമുള്ള ഉൾപ്പെടെ ആർക്കും പ്രവേശനമില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഫോറസ്റ്റ് എത്തിയിട്ടുള്ളത്. എന്തായാലും ആനയുടെ ആരോഗ്യനില ഓരോ ദിവസവും കഴിയുന്നതോറും അതീവ ഗുരുതരമായി വരികയാണ്. ആന ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആനയുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ മുറിവിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അത്തരത്തിൽ പുഴുവരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വനംവകുപ്പ് തയ്യാറല്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട അരുൺ സഖറിയ വ്യക്തമാക്കിയത് 30% മാത്രമാണ് ഇതിലൊരു റിക്കവറി ചാൻസ് എന്ന് പറയുന്നത് ആനയുടെ. പക്ഷേ ആ ഒരു ചാൻസ് എടുക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഈ ആനയുടെ ഈ സമയത്തുള്ള ഒരു ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് മയക്കുവെടി വയ്ക്കുന്നതിൽ അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും അത്തരത്തിൽ ആനയെ ഏത് വിധേയനെങ്കിലും പിടികൂടി ചികിത്സിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 3 കുങ്കിയാനകളും വിക്രം, സുരേന്ദ്രൻ അടക്കമുള്ള 3 കുഞ്ചു അടക്കമുള്ള 3 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട് കുങ്കിയാനകളെല്ലാം. അപ്പോൾ ഇനി അരുൺ സഖറിയ അല്പസമയത്തിന് ശേഷം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ശേഷം അദ്ദേഹം ഈ ആനയെ നിരീക്ഷിക്കും. എന്നിട്ടായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്നത്. അത് നാളെ ആയിരിക്കും. ആനന്ദ്, ഈ കോടനാട് ആനക്കൊട്ടിലിന്റെ പണി പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ദൗത്യം മാറ്റിവെക്കുന്നു. അതിനാണോ മുൻഗണന നൽകേണ്ടത്? ആനയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ലേ പൊതുവിൽ ഉയരുന്ന വിമർശനം? കാരണം ഇത്രയും അധികം ദിവസങ്ങളായി ഈ ആനക്കൂട്ടലിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് പൊതുവെ ആളുകൾ കാണുന്നത്. പ്രത്യേകിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി ഓരോ ദിവസം കഴിയുന്തോറും ദോഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 24 മണിക്കൂറും ഒരു മിഷനറി ചലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു ആനക്കൂട്ടിൽ നിർമ്മിക്കേണ്ടതാണ്, അതിന്റെ ഫലം ഉറപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് അവിടെ അത്തരത്തിലുള്ള ആനക്കൂട്ടിൽ ശരിയാവാതെ ഇവിടുന്ന് ആനെ കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പണി വളരെ ത്വരിത വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത്. ഇന്നത്തോടുകൂടി പണി കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ദൗത്യം ആരംഭിക്കും. ആ പണി കഴിഞ്ഞതിന് ശേഷം വേണ്ടിവരും ഈ ദൗത്യം ആരംഭിക്കാൻ. അതിരപ്പള്ളി ആന രക്ഷാ ദൗത്യം നാളെ. ആനയുടെ ആരോഗ്യം അല്പം മോശമെന്ന് ഡോക്ടർ അരുൺ സഖറിയ. കോടനാട് ആനക്കൊട്ടിലിൻ്റെ പണിയും പൂർത്തിയായില്ല. ഈ സാഹചര്യത്തിലാണ് ദൗത്യം നീട്ടിയത്. ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.